ഈ ക്ലാസ്സിലൂടെ നമുക്ക് വളരെയധികം അറിവാണ് കിട്ടിയത്. പക്ഷേ എനിക്കൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായതാണ് എനിക്ക് തോന്നിയത്. ഈ ക്ലാസ്സിൽ ഈ ഓരോന്ന് പറയുമ്പോഴും എനിക്ക് കിട്ടിയിട്ടുണ്ട്, അത് മുഴുവൻ എനിക്ക് അനുഭവിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് നല്ല അടിപൊളിയായിരുന്നു ക്ലാസ്. എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് എല്ലാം വീട്ടിൽ കാണിക്കാൻ പറഞ്ഞാൽ അതൊക്കെ കഴിയുമ്പോൾ ബുക്കൊക്കെ കണ്ട് വായിച്ചാൽ മനസ്സിലാവുള്ളൂ. ഓർമ്മശക്തി ഒന്നും അത്രയില്ല. വേറെ നോക്കാൻ പറഞ്ഞു, അത് ശരിയായിരുന്നു. പിന്നെന്താണ്, ഓർമ്മ കുറേ കുറവാണ്. അതുകൊണ്ട് വളരെയധികം നന്നായിരുന്നു. ഈ ബുക്ക് വാങ്ങിയിട്ട് അതൊക്കെ വായിച്ച് നോക്കിയിട്ട് ഞാൻ നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കും എന്ന് ഞാൻ പറയുന്നു. എല്ലാവർക്കും അതൊരു ഉപകാരപ്രദമായ വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഇനിയും ഇതുപോലെ നല്ലോണം ക്ലാസ് എടുക്കാൻ ആ മോൾക്ക് നന്നായിട്ട് പറ്റട്ടെ, നല്ല ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പറയുമ്പോഴാണ് അത് ഗ്രാറ്റിറ്റ്യൂഡ്. നിങ്ങളത് പറയുമ്പോൾ നിങ്ങളെ ഗ്രാറ്റിറ്റ്യൂഡാണ്. ഈ എന്തൊരു അറിവ് എനിക്ക് കിട്ടി. വീട്ടുകാശക്കാർക്ക് ഇഷ്ടപ്പെട്ടു. ഇതേപോലെ എനിക്ക് വന്നപ്പോൾ ഞങ്ങളെ ഇങ്ങനെ പറഞ്ഞ് വലുതാക്കും. കാരണം ഞങ്ങൾ അമ്മമാരാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ മനസ്സിലാവില്ല. ഇപ്പോഴത്തെ മക്കളല്ലേ, അപ്പോൾ അദ്ദേഹം മട്ടം പോലെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തങ്ങൾ വളരെ നന്ദിയുണ്ട്. അതുകൊണ്ട് ഇനി ഇവരെ വന്ന് ക്ലാസ്സിക്കണം. പിന്നെ ബുക്കിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നല്ല ബുക്ക് ഞാൻ പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കണ്ണാടി നോക്കി പ്രാക്ടീസ് മാത്രമല്ല ചെയ്യൂലേ. കണ്ണാടി നോക്കി സൗന്ദര്യം, നമുക്ക് സ്ത്രീകൾക്ക് ഏറ്റവും നമ്മുടെ സൗന്ദര്യം വിളിക്കുന്നത് അല്ലേ? എല്ലാവരും ആഗ്രഹിക്കാറില്ല സുന്ദരി എന്ന് വിളിക്കാൻ. പുറമെ പറയും ആനാമത്തെ സുന്ദരി. പക്ഷേ ഏതൊരാളും ആഗ്രഹിക്കാൻ പറയാം, ഞാൻ സുന്ദരി എന്നൊരു പറയട്ടെ. ആരും പറയണ്ട, ഞാൻ പറയുന്ന സുന്ദരിയാണ്. മനസ്സിലായി, ഞാൻ സുന്ദരിയാണ്. എൻ്റെ പള്ളിപ്പള്ളിയാണ് ഞാൻ സുന്ദരി എന്നാണ്. ഞാൻ ആരോഗ്യവതിയാണ്. ഇങ്ങനെ കണ്ണാടി നോക്കുമ്പോൾ ആദ്യം മുഖം നോക്കി നമുക്ക് ഈശ്വരൻ ഏത് രൂപത്തിനെ സൃഷ്ടിച്ച് അതിന് ഡ്രസ്സ് കാണുക. അതെ, ഞാൻ സന്തോഷം സുന്ദരിയാണ്, ആരോഗ്യവതിയാണ്. ഡ്രസ്സ് ഞാൻ